ക്യാപ്സിക്കവും കോണും ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു കറിയാ. അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഉപയോഗിക്കേണ്ടത് നെയ്യും സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്താൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ജീരകം വേണം, കുറച്ച് ഏലക്ക, പട്ടയുടെ ഇല, കുറച്ച് സവാള, 2 മീഡിയം സൈസ് തക്കാളിയ, വെളുത്തുള്ളിയും 2 കഷ്ണം ഇഞ്ചി, ഒരു 4 പച്ചമുളകും കൂടെ ചതച്ചെടുത്ത്, ഒരു ക്യാപ്സിക്കം, കോണ്, കുറച്ച് മഞ്ഞപ്പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, ഇച്ചിരി കാഷ്യൂ അരച്ചേക്കുവാ, ഗരം മസാല, മല്ലിയില, കസൂരി മേത്തി, ഫ്രഷ് ക്രീം, കുറച്ച് തൈരും കൂടെ വേണം. 1.5 ടേബിൾ സ്പൂണോളം നെയ്യ്, നമുക്ക് ജീരകം, 3-4 ഏലക്ക, ഒരു പട്ട മതി, ഒരു പട്ടയുടെ ഇല, ഈ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള, നമ്മൾ ആ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകില്ലേ, നമുക്ക് ഈ തക്കാളി ഇതിനകത്തോട്ട് ചേർക്കാവേ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഒരു 1/4 കപ്പോളോളം ചേർത്താൽ മതി. ഇനി ഒരു ഇച്ചിരി വെള്ളം ചേർക്കുവാണ്, എനിക്ക് ആ അരപ്പിന് മൂപ്പ് പോരാ. കോണ്, അണ്ടിപ്പരിപ്പിന്റെ പേസ്റ്റ്, നമ്മുടെ കസൂരി മേത്തി. ഇനി 4 ഇൻഗ്രീഡിയന്റ് ചേർക്കാനുള്ളൂ. ക്യാപ്സിക്കം അങ്ങ് ചേർക്കുക, ഇത് വേവണ്ടാത്തോണ്ടല്ലേ. ഇനി ബാക്കി ചേർക്കാനുള്ളത് നമ്മുടെ മല്ലിയില. ഇതിന്റെ കൂടെ ഫ്രഷ് ക്രീം ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലധികം പണിയൊന്നുമില്ല.